നിനക്ക് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടോ? മാളുവിനെ നോക്കി ധ്രുവ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നല്ല, മാളു സ്വയം ഒന്ന് പൊങ്ങി. സാറ് നിന്നെ പിടിച്ച് ഭിത്തി തേക്കാഞ്ഞത് ഭാഗ്യം, ഋതു പറഞ്ഞു. എന്റെ ഋതു, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെടി. മതി മതി, വാ, എനിക്ക് വിശക്കുന്നു, എല്ലാം കഴിക്കാം. ആഹു പറഞ്ഞത് ധ്രുവ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു. പുറകെ ബാക്കി രണ്ടും. അന്നത്തെ ദിവസം വലിയ മാറ്റമൊന്നുമില്ലാതെ കടന്നുപോയി. നാളെ ഫ്രഷേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പുതിയ പിള്ളേരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലര് കോളേജ് മുഴുവൻ അലങ്കരിക്കുന്നു, കുറച്ചുപേർ ക്ലീനിങ്, ചിലർ ബാനർ കെട്ടുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കുകളിൽ മുഴുകിയിരിക്കുന്നു. നമ്മുടെ പിള്ളേര് നാലും എല്ലാം നോക്കിയും കണ്ട് നടപ്പുണ്ട്. പണിയെടുക്കാനൊന്നും നാലാളും തുനിയാറില്ല. വിയർപ്പിന്റെ അസുഖമുണ്ടേ, അല്ലാതെ മടിയായിട്ടല്ല. ചുറ്റി നടന്ന് എല്ലാം കണ്ട ക്ഷീണത്തിൽ നാലാളും കൂടി വാഗമരച്ചോട്ടി വന്നിരുന്നു. ഡേ, എന്റെ പ്രാണനാഥനെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. കോളേജ് മൊത്തം കണ്ണോടിച്ചുകൊണ്ട് മാള് പറഞ്ഞു. കണ്ടിട്ടിപ്പോ എന്തിനാ? ആഹു ചോദിച്ചു. ചുമ്മാ വല്ലതും സംസാരിക്കാലോ, മാള് പറഞ്ഞു. പിന്നെ ഭയങ്കര സംസാരല്ലേ, എന്നിട്ട് പോടി, അങ്ങയുടെ ഉപദേശം കേൾക്കാനല്ലേ. മാളുവിനെ പുച്ഛിച്ചുകൊണ്ട് ഋതു പറഞ്ഞതും കൊച്ചു കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. നിങ്ങൾ എന്നെ ഇങ്ങനെ തളർത്താതെ, മാളു ദയനീയമായി പറഞ്ഞു. നീ വിഷമിക്കാതെ മുത്തേ, ഞാനുണ്ട് നിനക്ക് കൂട്ടിന്. ധ്രുവാണ്, നിന്നിലാണടാ എന്റെ എല്ലാ പ്രതീക്ഷയും, മാളു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അവസാനം കൂതറാകാതിരുന്നാ മതി. ഋതുവാണ്. ഓ ഗോഡ്, ഈ നെഗറ്റീവ് വോളികളെ ഇവിടുന്ന് കൊണ്ടുപോ ആഹു, ധ്രുവ് പറഞ്ഞു. നീ പോടാ അരപ്പേ, നെഗറ്റീവ് വോളി നിന്റെ കെട്ടിയവൾ. ഋതു അവനെ നോക്കി പല്ല് കടിച്ചു. എന്റെ കെട്ടിയോളെ പറന്നോടി ശവമേ, അതും പറഞ്ഞ് ധ്രുവ് അവളുടെ മുടി പിടിച്ചു വലിച്ചു. അയ്യോ, ഋതു ഒന്ന് നിലവിളിച്ചുകൊണ്ട് അവന്റെ കൈ കടിച്ചു. അമ്മോ, ധ്രുവ് അലറി വിളിച്ചു. പിന്നീട് അവിടെ ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെ നടന്നു. ആഹുവും മാളും നമ്മൾ ഇതത്ര കണ്ടതെന്ന മട്ടി ഫോണ് നോക്കിയിരുന്നു. ഇന്നാണ് ഫ്രഷേഴ്സ് ഡേ. കോളേജ് മൊത്തത്തിൽ പുതിയ പിള്ളേരെ വരവേക്കാൻ റെഡിയായി. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. റാഗിങ് അലൗഡ് അല്ലെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഈ ഇളവ്. ആഹുവും ഋതുവും മാളും രാവിലെ തന്നെ വന്ന് ഗേറ്റിനരികെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ പിള്ളേരെയൊക്കെ നോക്കി നിൽക്കുവാണ്. ധ്രുവ് കൂടി വന്നിട്ട് റാഗിങ് തുടങ്ങാം എന്ന് പറഞ്ഞ് അവനെ കാത്തു നിൽപ്പാണ് മൂന്ന്. ഇവൻ ഇത് എവിടെ പോയടി, എത്ര നേരമായി? മാളു ദേഷ്യത്തോട് ചോദിച്ചു. എനിക്കറിയില്ല മോളെ, വിളിച്ചപ്പോ എത്തുമെന്നാ പറഞ്ഞത്, ആഹു പറഞ്ഞു. വല്ല പെമ്പിള്ളേർക്കും തവിട് കൊടുത്ത് നിപ്പുണ്ടാവും കോഴിക്കുഞ്ഞ്, ഋതു ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാ കോഴിയുടെ പപ്പും പൊടിയും ഞാൻ പറിക്കും, മാളു പല്ലു അടിച്ചുകൊണ്ട് പറഞ്ഞു. മാളു പറഞ്ഞു നിർത്തിയതും അവർക്ക് മുന്നിലൂടെ ഒരു ബൈക്ക് കടന്നു പോയി. മൂന്നാള് ബൈക്ക് പോയ വഴി നോക്കി നിന്നു. പിന്നെ പരസ്പരം ഒന്ന് നോക്കി അവിടേക്ക് ഓടി. ബൈക്ക് പാർക്ക് ചെയ്ത് വരുന്ന ആളെ കണ്ട് മൂന്നാള് കണ്ണും മിഴിച്ച് നോക്കി നിന്നു. തോന്നലാണോ എന്നറിയാനായി കണ്ണുകൾ ചിമ്മി തുറന്നു. ആഹു അടുത്ത് വന്ന മാളുവിന്റെ കയ്യിലൊന്ന് നുള്ളി. ആ, എന്താടി കോപ്പേ? മാളു അവളെ നോക്കി ചീറി. സ്വപ്നാണോന്ന് നോക്കിയതാ, ആഹു നിഷ്കുവായി പറഞ്ഞു. അതിന് എന്നെ എന്തിനാടി പിച്ചിയെ? മാളു വീണ്ടും കലിപ്പി. സോറി, ആഹു നല്ലോണം ഒന്ന് ഇളിച്ചങ്ങ് കാണിച്ചു. ഇവനിത് എന്ത് പറ്റി? തങ്ങൾക്കരിയിലേക്ക് വരുന്ന ധ്രുവിനെ നോക്കി ഋതു പറഞ്ഞു. വൈറ്റ് കളർ ഫോമർ ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. ഷർട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെക്കാതെ ബട്ടൺ ഇട്ടിരിക്കുന്നു. മുടിയെല്ലാം ജെല്ല് തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖത്തൊരു കണ്ണാടി. മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ ക്യൂൺ സിനിമയിൽ സാനിയ വരുന്നതറിഞ്ഞ് കൂലി ഒരുങ്ങി വരുന്ന സീനില്ലേ, അതുപോലെ. തന്നെ നോക്കി നിൽക്കുന്ന മൂന്നിന്റെയും മുന്നിൽ വന്ന് ധ്രുവ് വിരഞ്ഞൊടിച്ചതും മൂന്നാളും ഞെട്ടിക്കൊണ്ട് അവനെ അടിമുടി നോക്കി. നിങ്ങളെന്തായി നോക്കുന്നേ? അവരുടെ നോട്ടം കണ്ട് സ്വയമേ ഒന്ന് നോക്കിക്കൊണ്ട് ധ്രുവ് ചോദിച്ചു. നിനക്കിത് എന്ത് പറ്റി? ആഹു അവന്റെ കവളിലും തലയിലും തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? മുടി കളയാതെ കോപ്പേ, ആഹുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ധ്രുവ് പറഞ്ഞു. ഇതെന്ത് കോലമാടാ? മാളു ചോദിച്ചു. പുതിയ പിള്ളേര് വരുന്നതല്ലേ, അപ്പൊ അല്പം സിമ്പിൾ ലുക്ക് ആകാമെന്ന് കരുതി, ധ്രുവ് പറഞ്ഞു. ഇതാണോ സിമ്പിൾ ലുക്ക്? ഋതുവാണ്. ഇത് വെറും സാമ്പിൾ, ധ്രുവ് പറഞ്ഞു. എന്ത് ശോകമാടാ? ആഹുവാണ്. അതെന്താ ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന ആമ്പിളെ പെമ്പിളർക്ക് ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ധ്രുവ് ഹരിഹർ നഗറിലെ ജഗദീഷിനെ കോമഡി അങ്ങ് എടുത്ത് കാച്ചി. മാങ്ങാത്തോലി, നീ ഒന്ന് ഏത് കോലത്തിൽ വന്നിട്ടും കാര്യമില്ല, ഒരെണ്ണം തിരിഞ്ഞു നോക്കില്ല, മാളു പുച്ഛത്തോടെ പറഞ്ഞു. ഓ, മൂട് കളഞ്ഞു ശവ, വെറുതെ അല്ല ഏട്ടൻ നിന്നെ തിരിഞ്ഞു നോക്കാത്തത്, മാളുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു. പൊട പട്ടി. മാളു പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. ഇതെവിടെന്നാടാ ഈ കണ്ണാടി? ഋതു ചോദിച്ചു. അതിന്നലെ പോകുന്ന വഴി വാങ്ങിയതാ, പൊളിയല്ലേ, വാ. ആഹു ഓക്കാനിക്കുന്നത് പോലെ കാണിച്ചു. നീയൊക്കെ എങ്ങനെയൊക്കെ അപമാനിച്ചോ, എനിക്കൊരു ദിവസം വരുമടി, ധ്രുവ് പറഞ്ഞു. അത് ശരിയാ, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ. മാളു ആണ്. പൊടി പുല്ലേ, ധ്രുവ് അവളെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു. മതി മതി, ആ ക്യാൻറ്റീനിൽ പോവാൻ, എനിക്ക് വിശക്കുന്നു, കാലത്തൊന്നും കഴിക്കാതെ വന്നേ, ആഹു പറഞ്ഞു. അതെന്താ, അഗ്നിഹോത്രി കുടുംബത്തിൽ പട്ടിണിയാണോ? ധ്രുവ് അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു.
പോടാ, അപ്പവും കടലാക്രമണവുമായിരുന്നു. സോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കഷ്ടം, അവിടെ പിന്നെ വെജാണല്ലോ. ഋതു പറഞ്ഞു. പപ്പയുടെ ഓർഡർ ആണടാ, പിന്നെ എന്ത് ചെയ്യാനാ? ആ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ബാക്കി 3 അവളെ ഒന്ന് നോക്കി. പിന്നെ 4 ക്യാൻറ്റീനിലേക്ക് വിട്ടു. ഡാളിയ, അങ്കിൾ എപ്പോഴാ വരുന്നേ? ബൈക്കിന് മുകളിൽ കിടക്കുന്ന രുദ്രനോട് രോഹിത് ചോദിച്ചു. ഐ ഡോണ്ട് നോ, രുദ്ര പറഞ്ഞു. ഡാ, എത്തുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞേക്കണേ, പിന്നെ അങ്ങോട്ട് വരേണ്ടല്ലോ. വിക്കി, അതായത് രുദ്രന്റെ ഫ്രണ്ട്സിൽ ഒരുവൻ പറഞ്ഞു. അത് ശരിയാ, ഇവന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് ചിട്ടയാണല്ലോ അവിടെ. റോഷനാണ് അവന്റെ മറ്റൊരു ഫ്രണ്ട്. അതിന് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞോടപ്പില്ലേ അങ്ങേരെ അനുസരിക്കാൻ. ബൈക്കിൽ നിന്നിറങ്ങി ദേഷ്യത്തെ വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ രുദ്ര പറഞ്ഞു. എന്റെ പൊന്നളിയാ, നീ ചൂടാകാതെ. അങ്കിളിന് നിനക്ക് പേടിയില്ലെങ്കിലും ഞങ്ങൾക്ക് പേടിയാ, വിക്കി പറഞ്ഞു. അത് നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാ, രോഹിത് പറഞ്ഞു. അളിയ രോഹിത്തെ, നീ അങ്ങനെ പറയരുത്. റോഷനാണ്. മതി, നിർത്ത്. അയാളെ കുറിച്ചൊരു ടോക്ക് ഇവിടെ വേണ്ട, രുദ്രൻ കടുപ്പിച്ച് പറഞ്ഞത് 3 വാ പൂട്ടി. പെട്ടെന്ന് അവർക്കരിയിലേക്ക് ഒരു പയ്യൻ ഓടി വന്നു. രുദ്രേട്ടാ, ആ പയ്യൻ വിളിച്ചത് രുദ്ര തിരിഞ്ഞു നോക്കി. എന്താ അശ്വൻ? ഏട്ടാ, ആ അലക്സും ഫ്രണ്ട്സും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഏട്ടാ ജിതിനെ തല്ലിയില്ലേ, അതിന് പകരം അന്ന് അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ തടഞ്ഞു വെച്ചേക്കുക, അശ്വൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു, രോഹിത് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ആളിയാ? വിക്കി പറഞ്ഞത് രുദ്രൻ മുന്നോട്ട് നടന്നിരുന്നു. ബാക്കിയുള്ളവർ പുറകെ. രുദ്രനും കൂട്ടരെയും ചെല്ലുമ്പോൾ കാണുന്നത് പേടിച്ച് വിറച്ച് അലക്സിന്റെയും കൂട്ടരുടെയും മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയാണ്. അവളുടെ ചുരിദാറിന്റെ തുപ്പട്ട അലക്സിന്റെ തലയിൽ കെട്ടിയിട്ടുണ്ട്. ആ കുട്ടിയാണ് കയ്യിലെ ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നിൽപ്പ്. തല കുനിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി വഷളം ചിരിയോടെ നിൽക്കുന്ന അലക്സിനെ കണ്ടത് രുദ്രന്റെ പേശികൾ വലിഞ്ഞു മുറുകി. ദേഷ്യത്താൽ അവന്റെ കണ്ണുകൾ ചുവന്നു. ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി അലക്സിനരികിലേക്ക് രുദ്രൻ നടന്നതും അലക്സിന്റെ കാരണത്ത് ഒരു കരം പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു. രുദ്രൻ പെട്ടെന്ന് നടത്തം നിർത്തി. ഒരു നിമിഷം എന്താ നടന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അലക്സിനരികിലായി കൈ കുടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയിൽ പതിഞ്ഞു. വെളുത്ത ചെറുതായി തടിച്ച ഒരു പെൺകുട്ടി, വട്ടമുഖം, ഭംഗിയായി ത്രെഡ് ചെയ്ത് നിർത്തിയ പുരികക്കൊടികൾ, അവയ്ക്ക് താഴെയായി വിടർന്ന മിഴികൾ, പനിനീർ പൂ പോലെ ചുവന്നു വിടർന്ന അതരങ്ങൾ, മൂക്കിൻ തുമ്പിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളക്കൽ മുക്കുത്തി. അവളുടെ ഇടുപ്പ് വരെയുള്ള ഇടതൂർന്ന മുടിയിഴകൾ കാറ്റിൽ പാറി പറന്നിരുന്നു. ഒരു ബ്ലൂ ആങ്കിൾ ജീനും ഡാർക്ക് ബ്ലാക്ക് ഷർട്ടുമാണ് വേഷം. കാലിൽ വൈറ്റ് ക്യാൻവാസ് ഷൂ. ദേഷ്യത്താൽ അവളുടെ മുഖവും മൂക്കിൻ തുമ്പ് ചുവന്നു വന്നിരിക്കുന്നു. ചുറ്റും നിന്ന പെൺകുട്ടികളെല്ലാം അവളെ അത്ഭുതത്തോടെ അല്പം അസൂയയോടെ നോക്കിക്കണ്ടു. ആൺകുട്ടികളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷെ രുദ്രന്റെ കണ്ണുകൾ അവളുടെ വെള്ളാരം കണ്ണിലായിരുന്നു. ചുറ്റുമുള്ളതൊന്നും കാണാതെ ആ വെള്ളാരം കണ്ണുകളിൽ മാത്രം മിഴി നട്ട് നിൽക്കുകയായിരുന്നു അവൻ. രോഹിത് അവളെ കണ്ട ഞെട്ടലിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല. ഉഫ്, ഡാം ഹോട്ട് ഷി വാസ്. വിക്കിയുടെ വാക്കുകളാണ് രുദ്രന്റെ കണ്ണുകളെ അവളിൽ നിന്ന് പിൻവലിച്ചത്. അവൻ തറപ്പിച്ചൊന്ന് നോക്കിയതും വിക്കി ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നീങ്ങി നിന്നു. നിനക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാ? തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അലക്സിന് നേരെ വിരൽ ചൂണ്ടി അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അലക്സി ദേഷ്യമാണ് ഉളവായതെങ്കിൽ ബാക്കി 2 ഞെട്ടി പണ്ടാരം അടങ്ങിയാണ് നിൽപ്പ്. ഡി, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്ക് അറിയില്ല. അലക്സ് അവളെ നോക്കി ദേഷ്യത്തോടെ ചീറി. പന്ന മോനെ, നിന്റെ കോപ്പിലെ ഷോ എന്റെ അടുത്ത് ഇറക്കല്ലേ? ഇത് കണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ടൈപ്പല്ല ഞാൻ. അവളുടെ വായിൽ നിന്ന് വന്ന മലയാളം കേട്ട് രോഹിത്തിന്റെ കിളികൾ കൂടും കുടുക്കയെടുത്തു പോയി. വിക്കിയും റോഷനും വായും തുറന്നു നിന്നു. രുദ്രന് മാത്രം ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. എടാ രുദ്ര, ഇത് അവൾ തന്നെയല്ലേ? രോഹിത്താണ്. രോഹിത്തിന്റെ ചോദ്യത്തിന് രുദ്ര ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇവൾ ഊമയല്ലേ? ഊമള് സംസാരിക്കൂ? രോഹിത്തിന്റെ കിളിപോയ ചോദ്യം കേട്ട് രുദ്ര അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അതോടെ അവൻ വായിക്ക് സിപ്പിട്ടു. വിക്കിയും റോഷനി ഇതിപ്പോ എന്താ കഥ എന്ന മട്ടി 2 നോക്കി. എടി പുന്നാര മോളെ, നീ ഇതാരെ കണ്ടിട്ടാണ് നികളിക്കുന്നേ? അലക്സ് അവൾക്ക് നേരെ വന്നുകൊണ്ട് ചോദിച്ചു. എന്തായാലും നിന്നെയും നിന്റെയൊന്നും തന്തമാരെയും കണ്ടിട്ടല്ല, കോളേജിൽ റാഗിങ് അലൗഡ് അല്ലെന്ന് അറിയില്ലേ തനിക്ക്? ഓ, പൊന്നു മോളെ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ? അറിയില്ലേ, പഠിക്കണം, അല്ലെ ഞാൻ പഠിപ്പിച്ചു തരാം. ആണോ? എന്നാ ചേട്ടന്മാർക്ക് അറിയാത്ത പലതും ഉണ്ട്, അതുകൂടി മോളെ പഠിപ്പിക്കുവോ? വഷളം ചിരിയോടെ അലക്സ് പറഞ്ഞു. അത് നിന്റെ വീട്ടിൽ പോയി പറ, അവര് പഠിപ്പിക്കും. ഡി, പോടാ. അലക്സിനെ പുച്ഛത്തോടെ അവൾ പറഞ്ഞു നിർത്തിയതും ഒരു കൈയടി ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ചിരിയോടെ കൈകൾ അടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. ബാക്കി എല്ലാവരും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുവാണ്. മഹാദേവാ, ഇയാളെന്താ ഇവിടെ? രുദ്രനെ കണ്ടതും അവൾ മനസ്സിലോർത്തു. സോ, നിനക്ക് സംസാരിക്കാൻ അറിയാമല്ലേ? ഗൗരവത്തോടെ രുദ്രൻ ചോദിച്ചതും അവൾ ഉമിനീര് ഇറക്കിക്കൊണ്ട് അവനെ നോക്കി. എന്താടി കോപ്പെ, നീ ഒന്നും മിണ്ടാതെ? ഇത്ര നേരം നിനക്ക് ഒടുക്കത്തെ നാക്കായിരുന്നല്ലോ. രുദ്രൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ദേഷ്യത്തിൽ അവന്റെ മുഖം ചുവന്നിരുന്നു. കണ്ണുകളെ ആരെയും ദയിപ്പിക്കാൻ പാകത്തിനുള്ള അഗ്നി ജ്വലിച്ചു നിന്നു.
വെട്ടിയൊതുക്കാത്ത അലസമായി വളർത്തിയ താടിയും മുടി, മൊത്തത്തിൽ ഒരു അർജുൻ റെഡ്ഡി സ്റ്റൈൽ. അവളുടെ കണ്ണുകൾ അവന്റെ കഴുത്ത് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന രുദ്രാക്ഷത്തിന്റെ ചെയിനിലേക്ക് തെന്നി വീണു. ഗോൾഡൻ ചെയിനിൽ തൂങ്ങിയാടുന്ന ഓം ചിഹ്നവും തൃശൂലവും ഒപ്പം രുദ്രാക്ഷവും അവളുടെ കണ്ണുകളിൽ തങ്ങി നിന്നു. ഡി രുദ്രന്റെ അലർച്ചയാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. നീ എന്താടി ഷോ ഇറക്കുമായിരുന്നു ഇവിടെ? രുദ്രൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറി. അവന്റെ ആ ഭാവം അവളെ ചെറിയ ഭയം നിറച്ചിരുന്നു. ഡാ വേണ്ടടാ, വിട്ടേക്ക്. രോഹിത് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിടടാ, ഇവിടെ ഇളക്ക ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ നീ ഞൊട്ടും. രുദ്രനെ പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. രുദ്രനും രോഹിത്തും അവളും ഒഴികെ ബാക്കിയെല്ലാം എന്താ നടക്കുന്നതെന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുവാണ്. ഡി എന്താടി പറഞ്ഞത്? ആദ്യം പറഞ്ഞ രുദ്രൻ അവൾക്ക് നേരെ കൈയോങ്ങി. ആ നീക്കം മനസ്സിലാക്കിയെന്നപ്പോൾ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് തടസ്സം സൃഷ്ടിച്ചു. ഇതേ സമയം ഗ്രൗണ്ടിൽ കൂടി നിന്ന കുട്ടികളെ വകഞ്ഞു മാറ്റി പിള്ളേര് നാലും മുന്നോട്ട് വന്നു. രുദ്രൻ അലക്സിനെ തല്ലാൻ പോകുന്നു എന്ന് ആരോ പറഞ്ഞു കേട്ടത് വെച്ച് അത് കാണാൻ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് നാലും. തങ്ങൾക്ക് മുന്നിൽ കാണുന്ന കാഴ്ച നാലാളും ഷോക്ക് അടിച്ച പോലെ നിന്നു. രുദ്രന്റെ കയ്യിൽ പിടിച്ച് അവന് നേരെ നിൽക്കുന്ന ഒരു പെൺകുട്ടി. മുടിയിഴകൾ മറഞ്ഞു കിടക്കുന്നതിന് മുഖം കാണാൻ പിള്ളേർക്ക് കഴിഞ്ഞില്ല. എന്നാൽ രുദ്രന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോ തന്നെ കാര്യം കൈവിട്ടു പോയെന്ന് നാലാൾക്കും മനസ്സിലായി. ആ പെണ്ണ് ആരായാലും ഇന്ന് അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഋതു പറഞ്ഞു. ശരിയാ, രുദ്രയുടെ ഇന്നവളെ കൊല്ലാതെ വിട്ട ഭാഗ്യം. മാളുവും പറഞ്ഞു. ഫസ്റ്റ് ഇയർ ആകും, അല്ലെ ഏട്ടന്റെ മുന്നേ ഇങ്ങനെ ചെന്ന് ചാടില്ല. ശരിയാ, ഇനിയിപ്പൊ എന്താകുമോ ആവും. എന്താകാൻ, അവളുടെ ആത്മാവിന് ശാന്തി കിട്ട നമുക്ക് പ്രാർത്ഥിക്കാം. ധ്രുവ് പറഞ്ഞതും ബാക്കി മൂന്നും അവനെ കലിപ്പിച്ചു നോക്കി. അവൻ നന്നായി ഇളിച്ചു കാണിച്ചു. പിന്നെ വീണ്ടും ശ്രദ്ധ രുദ്രന് നേരെയായി. തന്റെ വിരട്ടലൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് കാണിച്ചാൽ മതി, എന്നോട് വേണ്ട, മനസ്സിലായോ? അതും പറഞ്ഞ് അവന്റെ കൈകൾ ശക്തി കുടഞ്ഞെറിഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. തങ്ങൾക്ക് നേരെ തിരിഞ്ഞ അവളുടെ മുഖം കണ്ട് പിള്ളേര് നാലും ഞെട്ടി പണ്ടാരം അടങ്ങി. ദിവി. ധ്രുവ് അറിയാതെ തന്നെ ആ പേരവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. ദിവ്യയെ കണ്ട ഷോക്കിലാണ് നാലാളും. ഇവളെന്താ ഏട്ടനുമായി പ്രശ്നം? ആഹു ആത്മഗതം പോലെ പറഞ്ഞു. അറിയില്ല, എന്തായാലും കാര്യം സീരിയസ് ആണ്. മാളുവാണ്. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ദിവ്യയുടെ കൈകളെ പിടുത്തം ഇട്ടുകൊണ്ട് നിൽക്കുവാണ് രുദ്രൻ. ദിവ്യ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഹൗ ഡെയർ യു ടു ടച്ച് മീ? ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദിവ്യ രുദ്രന് നേരെ തിരിഞ്ഞു. നിന്റെ ഈ ഷോ ഒക്കെ കണ്ട് ഞാൻ അങ്ങ് ഭയക്കുമെന്ന് കരുതിയോ നീ? എന്നാലേ നീ കണ്ട പെമ്പിളേരെ പോലെയല്ല ഞാൻ. ഇതേ ദിവാംശിയാണ്, ദിവാംശി വിശ്വനാഥ വർമ്മ. ദിവ്യ പറഞ്ഞതും രുദ്രന്റെ മുഖം ചെറുതായൊന്ന് ചുളിഞ്ഞു. ധ്രുവ്, ഇപ്പൊ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അവളുടെ അടിയന്തരം നമ്മൾ ആഘോഷിക്കേണ്ടി വരും. ഋതു പറഞ്ഞു. ശരിയാ, വാടാ. മാളു അതും പറഞ്ഞ് നാലാളും കൂടി അവർക്കരികിലേക്ക് പാഞ്ഞു. ദിവി. ധ്രുവ് വിളിച്ചതും ദിവ്യയും രുദ്രനും ഒരുപോലെ അവനെ തിരിഞ്ഞു നോക്കി. ഒപ്പം ബാക്കിയുള്ളവരും. ധ്രുവ് വേഗം രുദ്രൻ അരികിലേക്ക് ചെന്നു. ഏട്ടാ, സീനാക്കല്ലേ, അവളിവിടെ പുതിയതാ, അതാ ഇങ്ങനെയൊക്കെ. ധ്രുവ് പറഞ്ഞതും രുദ്ര അവളെയും നെറ്റിച്ചൊളിച്ചു നോക്കി. ഇവളെന്റെ കസിനാണ്, ബാംഗ്ലൂർ ആയിരുന്നു, ഇപ്പൊ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാ. രുദ്രന്റെ മുഖത്തെ മാറ്റം മനസ്സിലാക്കിയെന്ന പോലെ ധ്രുവ് പറഞ്ഞു. രുദ്രൻ പതിയെ അവളുടെ കയ്യിൽ പിടിവിട്ടു. മര്യാദയ്ക്ക് നടന്നോളം പറ ഇവളോട്. അത്രമാത്രം പറഞ്ഞ് രുദ്ര അവിടെ നിന്ന് പോയി. പുറകെ രോഹിത്തും വിക്കിയും റോഷനും. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോയി. പിള്ളേര് നാലും ദിവ്യയും പൊക്കി ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി പോയി. എന്തൊക്കെയാടി നീ അവിടെ കാണിച്ചു കൂട്ടിയത്? ഏട്ടനോട് എന്തിനാ വഴക്കിട്ടത്? ക്യാൻറ്റീനിൽ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ദിവ്യയെ ചോദ്യം ചെയ്യുവാണ് നാല്. ആ തെണ്ടിയെ നീ എന്തിനാ ഏട്ട എന്നൊക്കെ വിളിക്കുന്നേ? ദിവ്യ ചോദിച്ചു. ഇതാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം? മാളുവാണ്. അത് പിന്നെ ഞാൻ മറ്റവനിട്ട് പൊട്ടിച്ചപ്പോ ചോദിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അവന്റെ ഫ്രണ്ടാണല്ലോ. ദിവ്യ പുച്ഛത്തോടെ പറഞ്ഞു. ഫ്രണ്ടോ? ബാക്കി നാലും കണ്ണും മിഴിച്ചുകൊണ്ട് ദിവ്യയെ നോക്കി ചോദിച്ചു. ആ, അതുകൊണ്ടല്ലേ അവൻ ചൂടായത്. ദിവ്യ പറഞ്ഞു. ഒന്ന് പോടി കോപ്പേ, അതാരാണെന്ന് അറിയുമോ നിനക്ക്? ഋതു ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? ദിവ്യ പറഞ്ഞു. എടി അലവലാതി, അതെന്റെ ചേട്ടനടി. ആഹു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ദിവ്യ കണ്ണും തള്ളി മൂന്നിനെയും നോക്കി. അപ്പൊ അതാണോ നിന്റെ ചേട്ടൻ രുദ്രാക്ഷ അഗ്നിഹോത്രി? ദിവ്യ ചോദിച്ചു. അതെ. എന്റെ മഹാദേവാ, ഒരുമാതിരി ചെയ്ത്തായിപ്പോയി. ദിവ്യ ദയനീയമായി പറഞ്ഞു. അതെന്തായാലും വിട്, ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞോളാം, നിനക്ക് അറിയാതെ പറ്റിയതാണെന്ന്. ധ്രുവ് പറഞ്ഞു. എന്നാലും കാര്യമുണ്ടെന്ന് തോന്നില്ല. ദിവ്യ നെടുവീർപ്പോടെ പറഞ്ഞു. അതെന്താ? നാലും ഒരുപോലെ ചോദിച്ചു. അത് ദിവ്യ ഒന്ന് ഇളിച്ചു കാണിച്ചു. അപ്പൊ കാര്യമായ എന്തോ ഉണ്ടല്ലോ, എന്താ കാര്യം? ഋതു ഗൗരവത്തോടെ ചോദിച്ചു. ദിവ്യ ദയനീയമായി എല്ലാവരെയും നോക്കി. പിന്നെ ആ കഥന പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടതും ധ്രുവ് ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ ഒരുങ്ങി. ബാക്കി നാലും ഇവൻ എന്താ ചെയ്യുന്നേ എന്ന് നോക്കിയിരിപ്പാണ്. നീ ഇതാരെ വിളിക്കുവാ? ആഹു ചോദിച്ചു. വല്യച്ഛനെ. ധ്രുവ് പറഞ്ഞു. അച്ഛനെയോ? എന്തിനെ? ദിവ്യ സംശയത്തോടെ ചോദിച്ചു. തെക്കേത്തോടി നിനക്കുള്ള കുഴി കുത്തിക്കോ എന്ന് പറയാൻ. ധ്രുവ് പറഞ്ഞു. പട്ടി. ദിവ്യ ഒറ്റ ആട്ടായിരുന്നു. നീ അവനെ ഒന്നും പറയണ്ട, ഇനി നിനക്ക് വേണ്ടി അതേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഋതുവും പറഞ്ഞു. അതെന്താ അങ്ങനെ? ദിവ്യ ചോദിച്ചു.
എടി, ഏട്ടൻ എന്ത് ക്ഷമിക്കും, പക്ഷെ നുണ പറയുന്നത് ഏട്ടൻ ഇഷ്ടമല്ല. പറഞ്ഞത് നുണയാണെന്നറിഞ്ഞ ആ പറഞ്ഞവന്റെ കാര്യം പോക്ക. ആഹു പറഞ്ഞു. അപ്പൊ എന്റെ കാര്യം തീരുമാനമായില്ലേ? ദിവ്യ ദയനീയമായി അവരെ നോക്കി ചോദിച്ചു. യെസ്. നാലും അവളെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ദിവി. പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. തങ്ങൾക്കരികിലേക്ക് ടെൻഷനോടെ പാഞ്ഞു വരുന്ന ഹരിയെ കണ്ടതും ദിവ്യ ഒറ്റ കുതിപ്പിന് അവൻ അരികിലേക്ക് പാഞ്ഞു. ഹരിയേട്ടാ. ദിവ്യ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് വിളിച്ചു. അവനൊരു ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദിവ്യക്കുട്ടി. ഹരി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പതിയെ വിളിച്ചു. സുഖാണോ എന്റെ വാവച്ചിക്ക്? ഹരിയുടെ ചോദ്യത്തിന് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. നെഞ്ചിൽ നനവ് പടരുന്നത് അറിഞ്ഞതും ഹരി ഞെട്ടലോടെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചു പിടച്ചു. മോളെ വാവാച്ചി, എന്താടാ? ഹരി അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. എത്ര നാളായി ഞാൻ എന്റെ ഏട്ടനെ കണ്ടിട്ട്. എല്ലാവരും കാണാൻ വരുമ്പോഴും ഏട്ടൻ മാത്രം എന്നെ കാണാൻ വന്നില്ലല്ലോ. വിതുമ്പുന്ന ചുണ്ടുകളാലെ അവൾ പറഞ്ഞതും ഹരി അവളെ പുഞ്ചിരിയോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അയ്യേ, ഏട്ടന്റെ വാവാച്ചി കരയുവാ. മോൾക്കറിയില്ലേടാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ, അതല്ലേ ഏട്ടൻ വരാത്തെ? ഹരി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പറിച്ചു കേട്ട വർഷങ്ങളായതുപോലെ 3 മാസം അല്ലേടി ഏട്ടൻ വരാതിരുന്നുള്ളൂ. അതിനാ അവള് കിടന്ന് മോങ്ങുന്നത്. രണ്ടാളെ നോക്കി കളിയോടെ ധ്രുവ് പറഞ്ഞതും ദിവ്യ അവനെ കൂർപ്പിച്ചു നോക്കി. ധ്രുവ് വേണ്ട, അവളെ കളിയാക്കാൻ നിക്കണ്ട, ഹരി പറഞ്ഞു. അല്ലേലും ഏട്ട ഇവളുടെ സൈഡാണല്ലോ, ധ്രുവ് പരുവത്തോടെ പറഞ്ഞു. പോടാ, വാവാച്ചി എന്തായിരുന്നു രാവിലെ രുദ്രനുമായി പ്രശ്നം? ഹരി ചോദിച്ചു. ഓ, അതൊന്നും പറയാതിരിക്കുന്ന ഏട്ടാ നല്ലത്. അതും പറഞ്ഞ് ദിവ്യ ഇന്നുണ്ടായതും കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ചുണ്ടായതും എല്ലാം പറഞ്ഞു. എല്ലാം കേട്ടതും ഹരി ചിരിക്കാൻ തുടങ്ങി. കൂടെ ബാക്കി 4. ദിവ്യ കലിപ്പിച്ചു നോക്കിയതും എല്ലാം കഷ്ടപ്പെട്ട് ചിരി നിർത്തി. എന്താ ഇത്ര ചിരിക്കാൻ? ദിവ്യ കലിപ്പായി. എന്റെ പൊന്നു വാവാച്ചി, വെറുതെ അല്ല ജിത്തു പറയുന്നേ, നിന്റെ കൂടെ നടന്ന പണി വരുന്ന വഴി അറിയില്ല. ദേവജിത്ത് ദിവ്യയുടെ ബ്രദറാണ്. ഹരി പറഞ്ഞതും ദിവ്യ അവന്റെ വയറിലിടിച്ചു. ഓ, എന്റെ വയറ്, നിനക്ക് എന്താടി? ഹരി വയറും തടവി അവളെ നോക്കി. ദേ, കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞാൻ. പറയാൻ വന്നത് നിർത്തി ദിവ്യ തിരിഞ്ഞ് തങ്ങളെ നോക്കി നിൽക്കുന്ന ബാക്കി 4 നോക്കി. പിന്നെ ഹരിക്കരികിലേക്ക് നീങ്ങി അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖം വിളറി വെളുത്തു. ബാക്കി 4 ഇരുവരെയും നോക്കി നിൽക്കുവാണ്. വാവച്ചി. ഹരി അവളെ നോക്കി ദയനീയമായി ഒന്ന് വിളിച്ചു. നോക്കണ്ട, ഞാൻ പറഞ്ഞതാ, ദിവ്യ പറഞ്ഞു. വേണ്ട, ഞാൻ നിർത്തി. ഹരി തോൽവി സമ്മതിച്ചു. അതെ, എന്താണ് ഞങ്ങളോടും കൂടി ഒന്ന് പറ. ഋതുവാണ്. തൽക്കാലം മക്കൾ അറിയണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാണ്, ദിവ്യ പറഞ്ഞു. ഓ. 4 അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. വാവാച്ചി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി രുദ്രനുമായി പ്രശ്നത്തിനൊന്നും പോകരുത്, ഹരി പറഞ്ഞു. ഓ, ഏട്ടനും അവന്റെ സൈഡാണോ? ദിവ്യ ചോദിച്ചു. അവനൊരു പാവമാടി, ഹരി പറഞ്ഞു. സാറിനെന്താ രുദ്രനോട് ഒരു സൈഡ് വലിവ്? ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മാളു പറഞ്ഞു. അതൊന്നും നിങ്ങൾ അറിയണ്ട ദിവി, ഞാൻ പറഞ്ഞ മറക്കണ്ട, ഇനി ഒരു പ്രശ്നത്തിനും പോകരുത്. ഇന്നത്തെ കാര്യം ഞാൻ അവനോട് സംസാരിച്ചോളാം, ഹരി പറഞ്ഞു. ഞാനായിട്ട് ആ മോൺസ്റ്ററിനോട് പ്രശ്നത്തിന് പോവില്ല, ദിവി പറഞ്ഞു. ആരാടി നിന്റെ മോൺസ്റ്റർ? പുറകിൽ നിന്ന് ഗൗരവമാർന്ന ശബ്ദം കേട്ടതും ദിവി ഞെട്ടി. മഹാദേവാ, കാല എന്റെ പുറകിലുണ്ടായിരുന്നോ? ദിവ്യയുടെ ആത്മ പതിയെ തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ കൊല്ലാൻ പാകത്തിന് ദേഷ്യത്തിന് നിൽക്കുന്ന രുദ്രനെ.